വരെ ആരാലും അറിയപ്പെടാതെ തച്ചപ്പണി ചെയ്ത് വീട്ടിൽ കഴിഞ്ഞത് കുർബാനയാവാനാണ്. 3 കൊല്ലക്കാലം അവന്റെ പരസ്യ ജീവിതത്തിൽ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചത് കുർബാനയാവാനാണ്. ഭ്രാന്തനെന്നും സുബോധമില്ലാത്തവനെന്നും മദ്യപാനിയെന്നും വേശ്യകളുടെ സ്നേഹിതനെന്നുമുള്ള വിളിപ്പേരുകൾ അവന് മീതെ ചാർത്തപ്പെട്ടത് അവൻ കുർബാനയാവാനാണ്. ഗെത്സമനിയിൽ കണ്ണുനീര് ചോര പോലെ പെയ്ത സന്ധ്യയിൽ ഒലിവമരത്തിന്റെ ചുവട്ടിൽ കൈമുട്ടുകൾ കുത്തിയിരുന്ന പ്രാണവേദനയോടെ 33-കാരനായ മകൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അപ്പനോട് പറയും, ആകാശത്തിന്റെ അതിരുകൾക്കപ്പുറം എവിടെയോ മറഞ്ഞിരിക്കുന്ന എന്റെ അപ്പ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകണമേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞത് കുർബാനയാവാനാണ്. ഒറ്റ രാത്രിയിൽ അവനെ 4 കോടതികൾ വിചാരണ ചെയ്തത് കുർബാനയാവാനാണ്. അന്നാസിന്റെയും കയ്യാപ്പായുടെയും ഹേറോദിന്റെയും പീലാത്തോസിന്റെയും കോടതി മുറികളിൽ നാണം കെട്ടവനെ പോലെ നമ്മുടെ